അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സ്വാഗതം. അല്ലാമ ഇഖ്ബാലിന്റെ ഷിക്വ 22ാമത്തെ സ്ഥാനത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് ആ വരികൾ കേൾക്കാം. 23वां बंद मुलायजा फरमाए सरे फारा पे किया दीन को कामिल तूने. ഈ വരിയിൽ അല്ലാമ ഇഖ്ബാൽ പറയുന്നത്, നീയാണ് ഫാറാൻ പർവ്വതത്തിൽ വെച്ച് മതത്തെ പൂർത്തീകരിച്ചത്. നമുക്കറിയാം, സറെ ഫാറാൻ പേ കിയ ദീൻ കോ കാമിൽ തൂനെ. അള്ളാഹുവിന്റെ മഹത്വങ്ങൾ ഇങ്ങനെ പറയുകയാണ്. ഫാറാൻ മല നമുക്കറിയാം, മക്കയിലുള്ള ഒരു മലയാണ്. അല്യവുമോ അക്മൽത്തു അലൈക്കും ദീനുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ ദീൻ പൂർണ്ണമാക്കി തന്നിരിക്കുന്നു പറഞ്ഞ ഖുറാനിന്റെ അവസാനത്തെ ആയത്ത് ഇറങ്ങുന്ന ഫാറാൻ മലയെ പറ്റി അല്ലാമ ഇഖ്ബാൽ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അല്ലാമ ഇഖ്ബാലിന്റെ വരികളിൽ ഇസ്ലാമികമായ ചിഹ്നങ്ങളും ഇസ്ലാമികമായ ചരിത്രങ്ങളും കവിതയുടെ എല്ലാ വർണ്ണങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് അതിലൂടെ വർണ്ണിക്കുകയാണ്. അതിലൂടെ ഇങ്ങനെ ഫ്ലോ ഒട്ടും ചോർന്നു പോകാതെ പറയുകയാണ്. അപ്പൊ ഇവിടെ പറയുന്നത്, നീയാണ് ഫാറാൻ മലമുകളിൽ വെച്ചുകൊണ്ട് മതത്തെ പൂർത്തീകരിച്ചത് നീയാണ്. ഖുറാനിൽ അവസാനത്തെ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട ചരിത്ര സന്ദർഭം അത് ഉദാഹരിച്ചുകൊണ്ട് അല്ലാമ ഇഖ്ബാൽ പറയാണ്. എന്നിട്ട് അടുത്ത വരിയിൽ മക്കം ഫത്തഹിനെ പറ്റി പറയുകയാണ്. ഇപ്പൊ ആദ്യത്തെ വരിയിൽ അത് പറഞ്ഞു, രണ്ടാമത്തെ വരിയിൽ മക്കം ഫത്തഹിനെ പറ്റി പറയുകയാണ്. ഏക്ക് ഇഷാറാമയും, ഒരൊറ്റ ഇഷാറയിൽ, ഒരൊറ്റ സൂചികയിലൂടെ, ഏക്ക് ഇഷാറാമയും ഹസാറോം കേലിയെ ദിൽ തൂനെ. മക്കം ഫത്തഹിനെ പറ്റിയൊക്കെ എത്ര പേജുകളിലൂടെയാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ അതൊക്കെ ഒറ്റ വരിയിൽ അല്ലാമ ഇഖ്ബാൽ പറയാണ്. ഒരു സൂചികയിലൂടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ വഴി നടത്തിയ നീയാണ്. ഹസാറോം കേലിയെ ദിൽ തൂനെ, ഒരൊറ്റ ഇഷാറയിലൂടെ പ്രവാചകൻ, അത് മക്കം ഫത്തഹ് രക്തരഹിത വിപ്ലവമാണ്. അതൊക്കെ അല്ലാമ ഇഖ്ബാൽ ഇവിടെ അങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഫാറാൻ മലയിൽ നിന്ന് മതത്തെ പൂർത്തീകരിച്ചതും ഒരൊറ്റ ഇഷാറയിൽ നിന്നുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ സന്മാർഗ ദർശനം നൽകിയതുമൊക്കെ നീയാണ്. എന്നിട്ട് അടുത്ത വരിയിലൊക്കെ വല്ലാത്തൊരു സാഹിത്യ ഭംഗിയോടുകൂടിയുള്ള ചരിത്രം പറയാണ്. ആതിഷ് അന്തോസ് കിയ, അണഞ്ഞുപോയ കെട്ടുപോയ ചിതയിൽ നിന്നും അതിന്റെ തിരിഞ്ഞാളം കത്തിച്ചത്, ജ്വലിപ്പിച്ചത് നീയാണ്. കെട്ടുപോയ തീനാളത്തിൽ നിന്നും സ്നേഹത്തിന്റെ തിരുശേഷിപ്പിനെ അതിനെ പുനർജീവിപ്പിച്ചു, അതിനെ ഊതിക്കാച്ചെടുത്തത് നീയാണ്. ഇതൊക്കെ വല്ലാത്തൊരു കാൽപ്പനികമാണെന്ന് തോന്നും. വളരെ മനോഹരമായ വളരെ കാവ്യാത്മകമാണ്, ഭാവനാത്മകമാണ്, കാൽപ്പനികമാണ് എന്നൊക്കെ തോന്നും. പക്ഷെ ഇതൊക്കെ വളരെ ചരിത്രപരമായിട്ട് നമ്മളൊക്കെ ചരിത്രത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഒരൊറ്റ വരിയിലൂടെ അല്ലാമ ഇഖ്ബാൽ ഇങ്ങനെ പറഞ്ഞു പോവാണ്. കഴിഞ്ഞ സ്റ്റാൻസയിൽ പറഞ്ഞു, മുസ്ലിം സമുദായത്തിന് മുന്നോടുള്ള പ്രേമം, നിന്നോടുള്ള പരിണയവും ഒന്നും പഴയതുപോലെ ഇല്ല. പക്ഷെ അണഞ്ഞുപോയ ചിതയെ കത്തിക്കുന്നത് നീയാണ്. കെട്ടുപോയി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന തീജ്വാലകളെ ജ്വലിപ്പിക്കുന്നത് നീയാണ്. കഴിഞ്ഞ 4-5 സ്റ്റാൻസുകൾക്ക് മുമ്പ് അല്ലാമ ഇഖ്ബാൽ പറഞ്ഞിരുന്നു, മുസ്ലിം സമുദായത്തിന്റെ ഹൃദയത്തിൽ ഇപ്പോഴും ആ തീപ്പൊരിയുണ്ട്, പക്ഷെ അത് സ്പാർക്ക് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ അല്ലാമ ഇഖ്ബാൽ സൂചിപ്പിക്കുന്നത്, അത് വീണ്ടും കെട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അത് വീണ്ടും ജ്വലിപ്പിക്കാൻ, അതിനെ വീണ്ടും കത്തിക്കാൻ അള്ളാഹുവെ നീ തന്നെ തയ്യാറാവണം എന്ന് പറയാം. പക്ഷെ എന്തുകൊണ്ടാണ് നിന്റെ സമുദായത്തെ, നിന്റെ ജനതയെ നീ ഉണർത്താത്തത്? അവർക്ക് നീ ആകുലതകളും വിഹ്വലതകളും ആവലാതികളും മാത്രമാണല്ലോ ബാക്കിയാക്കുന്നത്. നീ ഉണർത്തുന്നത് മറ്റുള്ള ആളുകളെയാണ്. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ സ്റ്റാൻസുകളും അല്ലാമ ഇഖ്ബാൽ അവസാനിപ്പിക്കുന്നത്. നീ തന്നെയാണ് അണഞ്ഞുപോയ ചിതയെ കത്തിച്ചത്. പക്ഷെ ഇന്നത്തെ ആളുകളുടെ ഹൃദയത്തിലേക്ക് നീ ഇട്ടുകൊടുക്കുന്നത് പരിഭവങ്ങളും പരാതികളും കഷ്ടപ്പാടുകളുമാണല്ലോ. आज क्यों सीने हमारे शरर आबाद नहीं, हम वही सोख्ता सामा हैं. ആകുലതകളും വിഹ്വലതകളും മാത്രം ബാക്കിയാക്കിക്കൊണ്ട് ഈ അസ്വസ്ഥപ്പെടുന്ന മനസ്സിനെ കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുകയാണ് നീ. തീയിൽ കൊടുത്ത ഒരു സമുദായമാണ് ഇവരെന്ന് നീ മറന്നോ എന്ന് അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഇത് മൊത്തം മുസ്ലിം സമുദായത്തിനുള്ള ഉണർത്തുപാട്ടാണ്. हम वही सोख्ता सामा है तुझे याद नहीं, हम वही सोख्ता सामा है तुझे याद नहीं. അഗ്നിയിൽ ജ്വലിച്ച ഒരു ജനതയാണ് ഞങ്ങളെന്ന് നീ മറന്നുപോയോ എന്ന് അല്ലാമ ഇഖ്ബാൽ ചോദിച്ചുകൊണ്ടാണ് ഈ സ്റ്റാൻസ അവസാനിപ്പിക്കുന്നത്. ഏതായാലും അടുത്ത വീഡിയോയിൽ അടുത്ത സ്റ്റാൻസ കേൾക്കാം. അതുവരെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.